അരുൺ, ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം വളരെ ശക്തമായി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ ഇത്രയും കാലം അപകടത്തിൻ്റെ നിഴലിൽ നിർത്തിയിരുന്ന ലൈൻ അത് മുറിച്ചു മാറ്റി അവിടെ പുതിയ ലൈൻ ഇടുന്ന ദൃശ്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് നിലവിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, അരുൺ? ജി കെ, മിഥുന്റെ മരണത്തിന് ശേഷം ഉണ്ടായ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. പല കോണുകളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ യുവജന സംഘടനകൾ, നാട്ടുകാർ അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മിഥുൻ മരിച്ച സമയത്ത് ഈ പ്രദേശത്ത് പോയ കറണ്ടാണ് ഇതുവരെ പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിഞ്ഞിട്ടില്ല. KSEB ഇതിന്റെ പരിശോധനകളടക്കം ഇപ്പോഴാണ് പൂർത്തിയാക്കിയത്. ഇതിനുശേഷം ഈ സ്കൂളിന്റെ മുകളിലൂടെ പോയിരുന്ന ആ വൈദ്യുതി ലൈൻ പൂർണ്ണമായും ഇപ്പോൾ വിച്ഛേദിക്കുകയാണ്. ഇതിനുശേഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി നൽകും എന്നുള്ളതാണ് നിലവിൽ KSEB വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെയുള്ള നടപടിയെടുക്കുമെന്ന വിദ്യാഭ്യാസ വകുപ്പ്, വൈദ്യുതി വകുപ്പ് എന്നിവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് തരത്തിലുള്ള അനാസ്ഥ, ഏത് തരത്തിലുള്ള അനാസ്ഥയിലേക്കാണ് കാര്യങ്ങളെ വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം പറയാൻ വകുപ്പുകൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. സ്കൂൾ മാനേജ്മെന്റും അതുപോലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പലകുറി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതാണ്. സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ KSEB സമീപിച്ചിരുന്നു എന്നാണ്. പക്ഷേ KSEB പറയുന്നത് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത് മുറിച്ചു മാറ്റാൻ, ഇത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുവാൻ മാനേജ്മെന്റിനോട് തങ്ങൾ സമയം ചോദിച്ചിരുന്നു, ഈ ഷീറ്റടക്കം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതൊന്നും പാലിച്ചില്ല എന്നുള്ളതാണ്. ഇന്നിവിടെ എത്തിയ ഓരോ ഉദ്യോഗസ്ഥരും നമ്മളോട് തന്നെ പറഞ്ഞത് അനാസ്ഥയുടെ കെട്ടുകളാണ്, അനാസ്ഥയുടെ 100,000 വാക്കുകളാണ്. ആ അനാസ്ഥ കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ജീവൻ ഇന്ന് പൊലിയേണ്ടി വന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാലും മിഥുന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതല്ല, പക്ഷേ ആ കുടുംബത്തിനുണ്ടായ നഷ്ടം ഇനി മറ്റൊരു കുടുംബത്തിന് ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് വകുപ്പുകൾ ചെയ്യും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏറെ വൈകിയാണ് വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഈ സ്കൂളിന്റെ മുകളിലൂടെയുള്ള വൈദ്യുതി പൂർണ്ണമായി ഇപ്പോൾ വിച്ഛേദിക്കും. ഇതിനുശേഷം ഇത് എങ്ങനെ പുനഃസ്ഥാപിക്കണമെന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനം കൈക്കൊള്ളുക. മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് പുനഃപരിശോധിക്കാനുള്ള തീരുമാനം ഇപ്പോൾ MLA കൂടി കൈക്കൊണ്ടിട്ടുണ്ട്. ജി കെ, അല്ല അരുൺ, ഇതിനകത്ത് ഇപ്പോൾ 2 തരത്തിലുള്ള വേർഷനാണ് വരുന്നത്. ഒന്ന്, ഈ സ്കൂൾ മാനേജ്മെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു അനധികൃത നിർമ്മാണം അവിടെ നടത്തിയിട്ടുണ്ട്. ആ കുട്ടികൾക്ക് സൈക്കിൾ വെക്കാൻ വേണ്ടി കെട്ടിയ ഷെഡ്, അതിന് തൊട്ട് മുകളിലൂടെയാണ് ഈ ലൈൻ പോകുന്നത്. അപ്പോൾ ഈ ലൈൻ പോകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 40 വർഷമായി, ഏതാണ്ട് 8 കൊല്ലമായി ഇത് അവിടെ തന്നെയുണ്ട്. അതിന് തൊട്ട് താഴെയാണ് ഷെഡ് കെട്ടിയിരിക്കുന്നത്. ഷെഡിനും ലൈനിനും ഇടയിൽ വേണ്ട അകലം പാലിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇതിലൊരു സേഫ്റ്റി മെഷർ എന്ന കാര്യമായി KSEBക്ക് പലതവണ ഈ കാര്യങ്ങളിൽ സ്കൂൾ മാനേജ്മെന്റ് മുന്നറിയിപ്പ് നൽകിയതാണ്, ഇത് മാറ്റണം എന്ന കാര്യം പറഞ്ഞതാണ്. പക്ഷേ KSEB വേണ്ട രീതിയിൽ ഇടപെട്ടില്ല. KSEB പറയുന്നത് ഞങ്ങൾ സ്കൂൾ മാനേജ്മെന്റിനെ കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്, അവർ അടുത്ത സ്കൂൾ മാനേജ്മെന്റ് യോഗത്തിന് ശേഷം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞു എന്നാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. KSEB ഈ കാര്യത്തിൽ പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. അവിടെ ചീഫ് സേഫ്റ്റി കമ്മീഷണർ അന്വേഷിക്കുമെന്നാണ് ഇന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഈ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ പിഴവ് ആരുടെ ഭാഗത്താണ് എന്ന് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിലൊരു കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടുണ്ടോ? ജി കെ, ഇതിൽ കൂട്ടുത്തരവാദിത്തമാണ് ഉള്ളതെന്നാണ് ഞാൻ തുടക്കത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം സ്കൂൾ മാനേജ്മെന്റ് തുടക്കത്തിൽ തന്നെ പറയുന്നു ഇത്തരമൊരു ലൈൻ മാറ്റണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ വൈദ്യുതി വകുപ്പിനെ സമീപിച്ചു. പക്ഷേ ഒരു രേഖാമൂലമുള്ള ഒരു തരത്തിലുള്ള ഒരു അറിയിപ്പോ ഈ വൈദ്യുതി വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ വൈദ്യുതി വകുപ്പ് അറിയാതെ തന്നെയാണ് അവരുടെ ലൈൻ കടന്നു പോകുന്നതിന്റെ തൊട്ട് താഴെ ഇത്തരത്തിൽ അനധികൃതമായി, അത് പഞ്ചായത്തിന്റെ പോലും അംഗീകാരമില്ലാതെയാണ് ഇത്തരത്തിലൊരു സൈക്കിൾ കെട്ടിടം, ഒരു സൈക്കിൾ ഷെഡ് അവിടെ നിർമ്മിച്ചതെന്നാണ്. തകര ഷീറ്റ് കൊണ്ടാണ്. അതിന്റെ മുകളിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് ഈ കുട്ടിക്ക് ഈ അപകടം സംഭവിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിൽ അവിടെ നിർമ്മിച്ചു, പഞ്ചായത്തിന് പോലും അനുമതി ഇല്ലാതെ അതെങ്ങനെ നിർമ്മിച്ചു എന്ന കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റാണ് ഉത്തരവാദിത്തം പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ വൈദ്യുതി വകുപ്പിന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം വർഷത്തിൽ 3-4 തവണ ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും പരിശോധന നടത്താൻ വൈദ്യുതി വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശമുള്ളതാണ്. അത്തരം പരിശോധന എന്തുകൊണ്ടാണ് ഈ സ്കൂളിന്റെ ഭാഗത്ത്, ഈ സ്കൂളിന്റെ ഉള്ളിലൂടെ നടത്താതിരുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നു. അതിൽ ഉത്തരം പറയേണ്ടത് വൈദ്യുതി വകുപ്പാണ്. മറ്റൊന്ന്, സ്കൂൾ തുറക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് അതാത് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ കർശനമായ നിർദ്ദേശം കൊടുക്കുന്നതാണ്. അതിൽ 6ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് വൈദ്യുതി ലൈൻ ഏതെങ്കിലും രീതിയിൽ അപകടകരമായ രീതിയിൽ സ്കൂൾ പരിസരത്തോ സ്കൂളിലൂടെയോ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണം. അത് റിമാർക്കിൽ രേഖപ്പെടുത്തി അത് മാറ്റി സ്ഥാപിക്കണം. അല്ലാത്ത പക്ഷം ഫിറ്റ്നസ് കൊടുക്കരുതെന്നാണ്. പക്ഷേ ഈ സ്കൂളിന് എങ്ങനെ ഫിറ്റ്നസ് കിട്ടി എന്ന ചോദ്യം അവിടെ
അവിടെ ബാക്കിയാവുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫിറ്റ്നസ് കൊടുത്ത ഉദ്യോഗസ്ഥൻ കൂടി ഈ പ്രതിപട്ടികയിലേക്ക്, ഈ കുറ്റക്കാരുടെ പട്ടികയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്തം, ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ അത് മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഫെയിലിയറിൽ ആരൊക്കെ ഉത്തരവാദികളാണോ അവരെയെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതും അനിവാര്യതയാണ്. ശരി, അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ അപകട ഭീഷണി ഉയർത്തിയിരുന്ന ആ ലൈൻ ഇപ്പോൾ മാറ്റുകയാണ്. KCBക്ക് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മിഥുൻ മരിക്കില്ലായിരുന്നു.